പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമുക്ക് ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമേ, അങ്ങൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങയ്ക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ കണ്ണുകൾ മൂടാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധാലയത്തിൽ അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയോടും ദൈവമക്കളോടും കൂട്ടായ്മ അനുഭവിക്കുന്നതിനും വിളിച്ചിരിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കുന്നതിനും സഹായിക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പെന്തക്കോസ്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് ഈ ആരാധനയിൽ നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതികൾ ഞങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രതിഫലിപ്പാൻ ഇടയാക്കണമേ. തിരുവചനം കേൾക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഈ ആരാധന മുഖാന്തരം സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമത്വത്തിനും സ്തുതിക്കും സ്തോത്രത്തിനുമായി പാട്ടുപുസ്തകത്തിലെ 89ാമത്തെ ഗീതം ഗായക സംഘത്തോടൊപ്പം നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. സ്തുതിലിത്താനികൾ ആരാധനക്രമം 5-ാം ഭാഗം 3-ാമതായി കാണുന്ന ലിത്താനി, പേജ് നമ്പർ 5, 3-ാമത്തെ ലിത്താനി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അവിടത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസന സന്നിധിയിൽ അടുത്തു ചെല്ലുക. ഒരാഴ്ച കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാവിധമായ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും നമ്മുടെ പരമപിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം മാപ്പിനായി നമ്മെ തന്നെ വിനയപ്പെടുത്തി മൗനമായി മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കാകുക. എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനം ഏകുക. അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക. എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനം ഏകുക. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ. സ്വാശ്രയത്തിൽ നിഗളിയ സ്നേഹവാനെ ക്ഷമിക്കണേ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ. സ്വാശ്രയത്തിൽ നിഗളിയ സ്നേഹവാനെ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ആരാധനക്രമം 11-ാം പുറത്ത് കാണുന്ന 51-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം. പേജ് നമ്പർ 11, 51-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങയ്ക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുമായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് നിശ്ചയിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനാൽ എന്നെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. അവിടെ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവിടെ നിന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഒരു നിമിഷം നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമ്മളെക്കാൾ ശ്രേഷ്ഠരും മഹാന്മാരെന്ന് വർണ്ണിക്കുന്നു അനേകർക്ക് ലഭ്യമല്ലാത്ത നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സഭാപ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. ആരാധനക്രമം 17 പുറത്ത് കാണുന്ന പൊതുവായ സ്തോത്രം. ഓരോ അപേക്ഷകൾക്ക് ശേഷവും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി പറയും. പേജ് നമ്പർ 17. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മകൾക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവനമാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായും സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം ഗായക സംഘത്തോടൊപ്പം പാട്ടുപുസ്തകത്തിൽ 239 ഗീതം പാടാം. 239.
ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 18 1 മുതൽ 6 വരെയും 20 മുതൽ 30 വരെയുമുള്ള തിരുവെഴുത്തുകൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 18. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കിണികളും എന്നെ തുടർന്ന് പിടിച്ചു. മുതലുള്ള വാക്യം. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. അവൻ്റെ വിധികളൊക്കെയും എൻ്റെ മുമ്പിലുണ്ട്, അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു കടന്നിട്ടുമില്ല. യഹോവ എൻ്റെ നീതി പ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രതനോട് നീ വക്രത കാണിക്കുന്നു. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നമുക്കൊരുമിച്ച് പറയാം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാണ്. ആരാധനക്രമം 22-ാം പുറത്ത് കാണുന്ന സ്നേഹവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം. പേജ് നമ്പർ 22. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിലിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോവുകയില്ല. സ്നേഹവാനായ കർത്താവ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ സിദ്ധം ഞങ്ങൾക്ക് കൃപ പകരണമേ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവെഴുത്തുകൾ വായിച്ചിരിക്കാം. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം യോശുവ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവെഴുത്തുകൾ. യോശുവ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവെഴുത്തുകൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട്
യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിനായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ച് കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള തിരുവെഴുത്ത്, 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുമുള്ള തിരുവെഴുത്തുകൾ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17 മുതൽ തീർത്തും 6-ാം അധ്യായം 1 മുതൽ 10 വരെയുമുള്ള തിരുവെഴുത്ത്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരായിരുന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരായിരുന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരായിരുന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരായിരുന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരാണെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നും ഇല്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ.
ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവെഴുത്തുകൾ. വിശുദ്ധ സുവിശേഷ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവെഴുത്തുകൾ. അനന്തരം അവൻ 12 വരെ അടുക്കെ വിളിച്ചു അവരെ ഈ രണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്. ചെരുപ്പ് ഇട്ടുകൊള്ളാം. 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവിൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 22. അപ്പോസ്തല വിശ്വാസ പ്രമാണം. ആകാശത്തെയും സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയത്തിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിനും പാപമോചനത്തിനും മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. മുട്ടുകുത്താം. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ലോകരാഷ്ട്രങ്ങളെ ബാധിച്ചിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയിൽ നിന്നുള്ള വിടുതലിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ ദേവാലയത്തിലെ എല്ലാ ആരാധനകളെയും ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പ്രഭാതത്തിൽ ആദ്യ സർവീസ് നമുക്ക് നടത്തുവാൻ ദൈവം കൃപ നൽകി. ആരാധനയെ ഇത്രത്തോളം ഭംഗിപ്പെടുത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഇന്നത്തെ ഈ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും നമ്മുടെ ദേശത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരോഗ്യ മേഖലയിൽ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കായും സുരക്ഷാ ജീവനക്കാർക്കായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായും മുഴുവൻ കുടുംബത്തിനായും സഭയിലെ സുഗമമായ ആരാധനയ്ക്കായും സംഘടനാ പ്രവർത്തനങ്ങൾക്കായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് തുടങ്ങുന്ന ഓൺലൈൻ സൺഡേ സ്കൂൾ ആരാധനകളെ നമുക്ക് തിരികരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അധ്യാപകരും ആത്മാർത്ഥതയോടുകൂടി തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുവാൻ ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്ഷാമത്തിൽ നിന്നും
മറ്റു വ്യാധികളിൽ നിന്നുമുള്ള വിടുതലിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും അവസ്ഥയിൽ ക്രിസ്തു സ്നേഹം ലഭിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങൾ, അല്ലാതെ ആയിരിക്കുന്ന പ്രിയ മക്കളുണ്ട്. പ്രിയ കുടുംബങ്ങളെയും മറ്റു പ്രിയ മക്കളെയും ഓർക്കാം. ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെ ആയിരിക്കുന്നവർ സുരക്ഷിതമായി അവിടെ ആയിരിക്കാൻ ദൈവം കൃപ നൽകുന്നതിനും നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരെ അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവിധമായ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് SSLC, +2, CBSE 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയ പരീക്ഷകളിൽ വിജയിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളുടെ ഉന്നത പഠനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കുവാനും പ്രിയ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്ന പ്രകാരം അവരാഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രിയ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന നമ്മുടെ അമ്മയപ്പന്മാർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ COVID-19 എന്ന രോഗം മുഖാന്തരം നമ്മുടെ അമ്മയപ്പന്മാർക്കും 10 വയസ്സിന് താഴെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ ദേവാലയത്തിൽ വരുവാനും ആരാധിപ്പാനും കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് മുഴുവൻ ജനങ്ങൾക്കും ദൈവത്തെ ആരാധിപ്പാനുള്ളൊരവസരം ദൈവം ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഇടവകയ്ക്ക് നല്ല നേതൃത്വം നൽകുവാനും ആത്മീയമായും ഭൗതികമായും ഈ സഭയെ നല്ല നിലയിൽ നടത്തുവാൻ ദൈവം ഇന്നാളുകളിൽ ശുശ്രൂഷകരായി നിയോഗിച്ചിരിക്കുന്ന വൈദികരായ ഞങ്ങൾ രണ്ടുപേരെയും ഇടവക കമ്മിറ്റിയെയും അപാരവൃത്ത ജനങ്ങളെയും ദൈവം സജ്ജമാക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയ മക്കളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന രോഗികളായിരിക്കുന്ന നമ്മുടെ സഭാ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഈ നിമിഷം അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിരന്തരമായി നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ അല്ലെങ്കിൽ പള്ളിപ്പണിയുടെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായി അതിശയകരമായി ഇതുവരെയും നമ്മെ നടത്തി ശേഷിച്ച പണികളും നല്ല നിലയിൽ നടത്തുവാൻ ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായത് സമ്പത്താണ്. പണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായ സമ്പത്ത് സ്വർഗത്തിലെ ദൈവം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡിസ്ട്രിക്റ്റിൽപ്പെട്ട എല്ലാ സഭകളെയും സഭാവിശ്വാസികളെയും പുരോഹിതന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ ബിഷപ്പ് തിരുമേനി, നമ്മുടെ മോഡറേറ്റർ കൂടിയായ മോസ്റ്റ് റവറൻഡ് റൈറ്റ് ധർമ്മരാജ സാലം തിരുമേനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവ ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം നമ്മെ ഒരു വലിയൊരു ജനമാക്കി മാറ്റിയത്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങിയ നമ്മളെ ദൈവം വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുവാൻ ദൈവം നമുക്ക് അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകി. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നല്ല നല്ല സ്ഥാപനങ്ങൾ നടത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും ചുമതലയുള്ളവരാണ്. നമ്മുടെ സ്ഥാപനങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സ്ഥാപനങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ മഹായിടവയിലെ എല്ലാ ജനവും ഒരുമയോടും ഐക്യത്തോടും കൂടി നിന്ന് ദൈവനാമത്വത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവയ്ക്കെതിരെ, നമ്മുടെ സ്ഥാപനങ്ങൾക്കെതിരെ, നമ്മുടെ മഹായിടവയിൽ നിന്ന് പുറത്തും നിന്നും അകത്തു നിന്നുമുള്ള ചില ഛിദ്രശക്തികൾ സ്ഥാപനങ്ങൾക്കെതിരെ നമ്മുടെ സ്ഥാപനങ്ങളെ ആത്മീയ നിലവാരങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവർക്ക് ദിശാബോധം നൽകുവാൻ, ദൈവം അവരോട് ഇടപെടുവാൻ, നമ്മുടെ സ്ഥാപനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ
സർവശക്തനായ ദൈവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നിമിഷം കണ്ണുനീരോടുകൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും, നമ്മുടെ എല്ലാ പുരോഹിതന്മാരെയും, നമ്മുടെ എല്ലാ ശുശ്രൂഷകന്മാരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദക്ഷിണ കേരള മഹായിടവയിലെ എല്ലാ ഡീക്കന്മാരെയും ഡീക്കനസ്മാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ പ്രിയമക്കളെയും, ദേവാലയങ്ങൾ കപ്യാർ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയമക്കളെയും, അങ്ങനെ ഇത്യാദി എല്ലാ ശുശ്രൂഷ സംഘടനാ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരെയും എല്ലാവരെയും നമുക്ക് തിരികരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ജനങ്ങളെയും നമുക്ക് തിരികരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഈ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഈ ശോധനകളിൽ നിന്നും ഈ പ്രയാസങ്ങളിൽ നിന്നും ദൈവം നമ്മെ എല്ലാവരെയും വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടത്തുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതും നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതും നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പ്രാർത്ഥിക്കാം. എപ്പോഴും കൃപയുള്ള ഞങ്ങളുടെ മാതാവും പിതാവുമായ ദൈവമേ, അങ്ങയുടെ ജനമായിരിക്കുവാനായി ഞങ്ങളെ തിരുപുത്രനായ യേശുക്രിസ്തുവിലൂടെ തെരഞ്ഞെടുത്ത അങ്ങയുടെ അത്ഭുത കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് സർവ്വജനങ്ങളും ഉൾപ്പെടുന്ന സമൂഹമായിരിക്കാൻ അങ്ങയുടെ വിളിയെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവരായി തീരുവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി അങ്ങയുടെ സ്നേഹവും ദയയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് പകരുവാനായി അങ്ങയുടെ വാത്സല്യ സ്നേഹത്താൽ ഞങ്ങളെ അങ്ങ് നയിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിൽ ഇന്നത്തെ ആരാധനയിലായിരിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സ്ക്രീനിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിരുന്ന് ഈ ആരാധനയിൽ ഭാഗമായിരിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതാ ഭാരമുണ്ട്, വേദനയുണ്ട് കർത്താവേ, പ്രയാസങ്ങളുണ്ട് കർത്താവേ, ഒറ്റപ്പെടലുണ്ട് കർത്താവേ, ഏകാന്തതയുടെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയ മക്കളുണ്ട് കർത്താവേ. അവരുടെ ഏകാന്ത അവസ്ഥകൾക്ക് ദൈവം മാറ്റം നൽകണം നാഥ. പലവിധമായ വ്യാധികളാൽ COVID-19 എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ മക്കളുണ്ട് കർത്താവേ. യേശുവപ്പ, ഞങ്ങളുടെ താലൂക്കിനെ ദൈവം ഒരാഴ്ചക്കാലം ദൈവം കാത്തു പരിപാലിച്ചവൻ നാഥ. ദൈവമേ, ഞങ്ങളുടെ താലൂക്കിനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയിട്ടു നാഥ. ഈ താലൂക്കിന്റെ പല ഭാഗങ്ങളിലും കോവിഡ് ബാധിതരുണ്ട് കർത്താവേ. യേശുവപ്പ, എൻ്റെ ദൈവമേ, പ്രിയ മക്കൾ നിരീക്ഷണത്തിലായിരിക്കുന്ന പ്രിയ മക്കളുണ്ടപ്പ, ക്വാറന്റൈനായിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങളുടെ അൻപാർന്ന കരം നീട്ടി സൗഖ്യവും വിടുതലും ആശ്വാസവും ദൈവം നൽകണം നാഥ. ടെസ്റ്റുകൾ കഴിയുമ്പോൾ ആർക്കും ആ രോഗമുണ്ടെന്ന് പറയുവാൻ ഇടവരുത്താതെ ദൈവകൃപയിൽ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ദൈവം സഹായിക്കണം നാഥ. കോവിഡ് ബാധിതരായിരിക്കുന്ന ജനത്തിനു വേണ്ടി ഈ സഭയായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മുഴുവൻ ജനങ്ങളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിന്റെ ശുശ്രൂഷകള് ഭംഗിയായി ദൈവമേ ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവമേ പ്രവർത്തിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇനിയും അങ്ങ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 വൈദികരായി ഈ ദേവാലയത്തിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ ഈ ഇടവകയിലാവാർത്ത ജനങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതാണ്. ദൈവമേ ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട സങ്കീർത്തന പ്രകാരം നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവമേ ഈ ദർശനത്തോടുകൂടി ദൈവമേ ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ സഭാവിശ്വാസികളെയും ഓരോ ദിവസവും ദൈവമേ അങ്ങ് ദൈവം കാത്തുപരിപാലിക്കുന്നതിന് ഓർത്ത് സ്തുതിക്കുന്നപ്പ. യേശുവപ്പ, ഞങ്ങൾ മതിൽ ചാടിക്കടക്കാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. രോഗത്താലും ഭാരത്താലും ക്ഷീണത്താലും ആരെങ്കിലും ഈ ആരാധനയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ ആണിപ്പഴുതേറ്റ കരം ഈ നിമിഷം ദൈവമേ അവിടെ രോഗമുള്ള ഭാഗത്ത് അങ്ങ് തൊടണമെന്നാഥ, അങ്ങ് തലോടണമെന്നാഥ, അങ്ങ് ദൈവമേ ആശ്വസിപ്പിക്കണമെന്നാഥ. രോഗസൗഖ്യത്തോടുകൂടി വിടുതലോടുകൂടി ആശ്വാസത്തോടുകൂടി ഈ ദേവാലയത്തിൽ വന്ന് ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രിയ മക്കളെ ദൈവമേ അങ്ങ് ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നതാ. എന്റെ ദൈവമേ എല്ലാവർക്കും ഈ ദേവാലയത്തിലേക്ക് വന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം ദൈവം വരും ദിനങ്ങളിൽ ദൈവം ഒരുക്കണമെന്നാഥ. ഈ കോവിഡ് ബാധ ഈ ലോകം വിട്ട് മാറുവാൻ ദൈവം സഹായിക്കണമെന്നാഥ. എത്രയും പെട്ടെന്ന് മെഡിസിൻ കണ്ടുപിടിച്ച് യേശുവപ്പ ഈ രോഗം ഈ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി മാറിക്കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ. ഇടവകയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഒരുക്കത്തോടായിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘാടകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും അങ്ങ് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഏറ്റവും വിനയപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പേരും ദൈവകൃപ മകരണനാഥ. ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളിലും ദൈവത്തിന്റെ കൃപ പകർന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളിൽ എല്ലാവരിലും ദൈവകൃപ അത്യന്തമായ ശക്തി ഞങ്ങൾ വ്യാപരിച്ച് മുന്നേറുവാനുള്ള കൃപ ദൈവം നൽകണം. ഈ ആരാധനയുടെ ശേഷഭാഗങ്ങളിൽ ദൈവകൃപ കൂടെ ഇരിക്കണം. വിദേശ രാജ്യങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ, മറ്റു ജില്ലകളിൽ, മറ്റു പ്രദേശങ്ങളിലായിരിക്കുന്ന ഇടവകാജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ കൃപയാ പൊന്നു മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവമേ അവരായിരിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമായി ദൈവം കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളാൽ ദൈവമേ വളരെയധികം ഭാരത്തോട് വേദനയോടായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ജനത്തെയും മറ്റെല്ലാ പ്രിയമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ പറവിനാൽ ഞങ്ങൾ നിറയ്ക്കുന്നതാ. വചന പ്രഘോഷണത്തിന് വേണ്ടി ആയിരിക്കുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അടവേറിയ സത്യങ്ങൾ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകുന്നതാ. അച്ഛനെ അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങൾ എല്ലാവരെയും തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ഇനിയും തിരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരിശ സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപകടം ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കടത്താ സകല ദോഷവും പിടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ, ആമേൻ. ഈ സമയം നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. സാമൂഹിക അകലം പാലിച്ച് യേശുവിനായി സ്തോത്രാർപ്പണം നടത്താൻ നിങ്ങൾ വരുമ്പോൾ മധ്യഭാഗത്തൂടെ വരികയും 2 വശത്തായി തിരികെ പോവുകയും ചെയ്യേണ്ടത് ഓർക്കുക. നിങ്ങൾ സ്തോത്രാർപ്പണം നിമിഷം കാണിക്കവിടെ എടുക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം അതിൽ സഹകരിക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ.
സ്തോത്ര വഴിപാടുകൾ അർപ്പിച്ചിരിക്കുന്നവർ സർവശ്രീ അജിത മോഹൻകുമാർ ജന്മനാൾ, വിജയൻ സി വിജി ഭവൻ പത്താംകല്ല്, നല്ലിക്കുഴി സ്വഭാവമായ ശ്രീ വിക്ടർ ദേവാലയ പണിക്കായി സ്തോത്രങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. മറ്റ് സ്തോത്ര വഴിപാടുകളായി കഴിഞ്ഞ ആഴ്ചയിൽ അർപ്പിച്ചവർ സർവശ്രീ ജയറസ്, സത്യൻ കൃപ, സൈമൺ അനിൽ കോട്ടേജ്, ആർഷ കെ സത്യൻ, സത്യദാസ്, പൊന്നമ്മ പാഴവിള, മോഹൻകുമാർ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രയാഗങ്ങൾ സകലതും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങി അവിടുത്തെ നാമമഹത്വത്തിനായി വിനിയോഗിക്കുന്നതേ ഉള്ളൂ എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കേണ്ടതിനും അവിടുത്തെ കരുണയുള്ള കരങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കേണ്ടതിനും അങ്ങയുടെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, അങ്ങയുടെ ദിവ്യ സമാധാനവും കാവലും ഞങ്ങൾ അനുഭവിക്കേണ്ടതിനും അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ മറവിൽ അടിയങ്ങൾ സുരക്ഷിതരായിരിക്കേണ്ടതിനും കൃപ പകരണമേ. സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ ദാസരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയമക്കളുടെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ദൈവസന്നിധിയിലുള്ള അവരുടെ പ്രതിഷ്ഠകൾ, പ്രതിജ്ഞകൾ ഞങ്ങൾ പരസ്പരം അറിയുന്നില്ല. എൻ്റെ മക്കൾ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്രയാഗങ്ങളിൽ ദൈവിക സാന്നിധ്യം പ്രിയമക്കൾ അനുഭവിക്കേണ്ടതിനും അവിടുത്തെ മഹത്വം ദർശിക്കേണ്ടതിനും കൃപ പകരണമേ. സകല മാനവും മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. രക്ഷിതാവിന്റെ തിരുനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരസ്യമായി സഹകരിക്കേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങൾ. ഈ ആഴ്ചയിൽ ജന്മനാൾ ആഘോഷിക്കുന്നവർ സർവശ്രീ വിമല കൃഷ്ണമംഗലം, വിപിൻ എസ് വിൽസൺ എസ് വി ഹൗസ്, ഷീന ജോൺസൺ ശ്രേയസ്, ജയ എൽ വെസ്ലൻ കോട്ടേജ്, അഖിൽ എസ് സണ്ണി ഗ്രേസ് ഭവൻ. ഈ പ്രിയപ്പെട്ടവർക്കുള്ള ജന്മനാൾ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് 11 മണിക്ക് സൺഡേ സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ഭാഗം നമ്മുടെ ഫേസ്ബുക്കിലൂടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. തുടർന്നുള്ള ക്രമീകരണങ്ങൾ പിന്നാലെ നിങ്ങൾ അറിയിക്കുന്നു. ദൈവം നമുക്ക് അനുഗ്രഹകരമായ ഒരു കാലഘട്ടം നൽകിയിരിക്കുന്നു എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാവരും സന്തോഷത്തോടുകൂടെ ഈ പണികളിൽ പങ്കാളികളാകുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. അഞ്ഞൂറ്റി 26 ഗീതം നമുക്ക് എഴുന്നേറ്റ് എന്ന് പാടാം. 526 ഗീതം.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭനാഥനായ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹവും ശാന്തവുമായ ഈ വിശുദ്ധ ദിവസത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ ജനം അവിടുത്തെ സ്ഥാനാപതികളായി ഈ ലോകത്തിലായിരിക്കുന്നു എന്നത് ഓർക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ പകരണമേ. നാഥാങ്ങളുടെ ദിവ്യകൃപയിൽ ശരണപ്പെട്ട് തിരുവചനാധ്യാനം ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അവിടുത്തെ സ്ഥാനാപതികളായ ദേശത്ത് ഞങ്ങൾ പാർക്കേണ്ടതിന് ഞങ്ങൾക്ക് കൃപയും ശക്തിയും ബലവും നൽകണമേ. ക്രിസ്തേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദക്ഷിണേന്ത്യ സഭയും ഐക്യ സഭകളും ദൈവജനം ദൈവത്തിൻ്റെ സ്ഥാനാപതികളാണ് എന്ന വിഷയം ഇന്ന് പഠന വിധേയമാക്കുകയാണ്. നാം അറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നതിന് ഈ സമയം ഞാൻ വിനിയോഗിക്കട്ടെ. സ്ഥാനാപതികൾ അഥവാ അംബാസഡേഴ്സ് എന്ന് നാം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്ത് പാർക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ അംബാസഡേഴ്സായി ജീവിക്കേണ്ടി വരുന്ന ആളുകൾക്കുള്ള പ്രത്യേക പദവി, അവർക്ക് ലഭ്യമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അധികാരങ്ങൾ, അവകാശങ്ങൾ ഇതെല്ലാം വളരെ വിശാലമാണ്. എന്നാൽ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഞാനും നിങ്ങളും സ്ഥാനാപതികളായിരിക്കുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ, ഉറപ്പ് എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വങ്ങൾ എന്താണ്? നാം പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങൾ, കാര്യാദികൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുകയാണ്. നാം ഇന്ന് ആധാരമായി വായിച്ച 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എൻ ക്രിസ്റ്റോസ്. അത് നമ്മുടെ മലയാള ഭാഷയിൽ വിഭക്തി പ്രത്യയങ്ങൾ നാം പറയാറുണ്ട്. എ, ഉട്, ക്ക്, ആൽ, ഉടെ, ഇൽ. ഇതിൽ ഇല്ലെന്ന പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇൽ എന്ന പ്രത്യയം ഉപയോഗിക്കുന്നത് മരത്തിൽ കയറുക തുടങ്ങിയവയ്ക്ക് പോലും ഇൽ എന്ന പ്രത്യയം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഇൽ എന്ന പ്രത്യയം ഉപയോഗിക്കുന്നത് എന്തെങ്കിലും മറഞ്ഞിരിക്കുന്ന ഒന്നിനെ സൂചിപ്പിക്കാനാണ്. നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുന്നതിനും മേശയിൽ എന്ന് പറയാറുണ്ട്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ എൻ ക്രിസ്റ്റോസ്, ക്രിസ്തുവിൽ എന്ന പദം നാം അർത്ഥമാക്കേണ്ടുന്നത് നാം ഏതെങ്കിലും ചെറിയൊരു വസ്തു ഒരു പ്രത്യേക സ്ഥലത്ത് മറച്ചു വച്ചിരിക്കുകയാണ്. നമുക്കത് ഉദാഹരണമായിട്ട് നാം മോതിരമോ അല്ലെങ്കിൽ വളയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആഭരണം കിട്ടുന്ന ചെറിയ ബോക്സ്, അപ്പോൾ അതിനകത്ത് അത് സൂക്ഷിച്ച് വച്ചിട്ട് നമ്മൾ അത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഈ ബോക്സിൽ ഇരിക്കുന്ന അവസ്ഥ, അതിനകത്തിരിക്കുന്ന അവസ്ഥയാണ് ഇൽ എന്ന പ്രത്യയം കൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിലായി തീരുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുക എന്നർത്ഥം. അപ്പം ഞാൻ എന്നെ കാണാതെ വണ്ണം ക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ഈ അവസ്ഥയ്ക്കാണ്
ക്രിസ്തുവിലായി തീരുക എന്നത് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിലായി തീരുന്ന ഒരുവരെയാണ് സ്ഥാനാപതിയായി അയക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിനിധിയായി. ഈ ഭാഗം നാം ഭംഗിയായി മനസ്സിലാക്കുന്നതിന് നാം ഇന്ന് പാഠമായി വായിച്ച യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കേണ്ടുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കാര്യാദികൾ, അവർക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണം, അവരുടെ പരിഗണനാ വിഷയങ്ങൾ, ഇതെല്ലാം അവിടെ ഭംഗിയായി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ പ്രത്യേകമായ അവകാശങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, കടമകൾ, സംരക്ഷണം ഇതെല്ലാം നൽകി അയക്കുമ്പോൾ ദൈവത്തിന് ഒരു പ്രധാന ഉദ്ദേശം ഓരോരുത്തരെ കുറിച്ചും ഉണ്ട്. ഇത് നാം ഭംഗിയായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ആലയത്തിനുള്ളിൽ പരിമിതപ്പെട്ട സാഹചര്യത്തിൽ ഇരുന്ന കുറച്ചു പേർക്കും ലൈവ് സ്ട്രീമിലൂടെ അനേകർക്കും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതും ആരാധനയുടെ മഹത്വം ദർശിക്കുന്നതിനും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മനോഹാരിത കാണുന്നതിനും നാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ ഒരു സാവകാശം നാം മനസ്സിലാക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും കടമകളും അതിന് ഓരോ തട്ടിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മേൽ ദൈവം അത് വച്ചിരിക്കുന്ന ഭാഗം ഭംഗിയായി ഞാനും നിങ്ങളും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് നൽകിയിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളിന് നൽകിയിരിക്കുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളിൽ ചിലർക്ക് നൽകിയിരിക്കുന്നു. ഓരോരുത്തരെയും ദൈവത്തിൻ്റെ രാജ്യ വിസ്തൃതിക്കും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനുമായി തീരേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അംഗങ്ങളായി കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാനാപതികളാണ്, ദൈവരാജ്യത്തിൻ്റെ സ്ഥാനാപതികളാണ്. അപ്പോൾ ദൈവം ഒരുവനെ സ്ഥാനാപതിയായി തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു അംബാസഡറായി തിരഞ്ഞെടുക്കുമ്പോൾ അവന് ദൈവം നൽകുന്ന ചില ഉറപ്പുകളുണ്ട്. ഒന്നാമതായി ഈ ഉറപ്പ് നാം മനസ്സിലാക്കേണ്ടത്, അതിൽ 3 ഘട്ടങ്ങൾ ദൈവം ചേർത്തിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഈ 3 ഘട്ടങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അത് ഇങ്ങനെയാണ്. 1, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. അഥവാ ജീവിത പ്രയാണത്തിൽ എനിക്കും നിങ്ങൾക്കും യാത്ര ചെയ്യേണ്ടുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാനാപതിയായുള്ള എൻ്റെ പ്രവർത്തന മേഖലയിൽ ഒരു മനുഷ്യനും എതിരെ നിൽക്കുവാൻ കഴിയുകയില്ല. അത് നാം മനസ്സിലാക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയുടെ എല്ലാ മുഖങ്ങളിലും നാം കാണുകയാണ്. എല്ലാ തലങ്ങളിലും നാം അത് ദിനംതോറും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം ക്രൈസ്തവ ലോകത്തെ ഒന്ന് പരിശോധിച്ചാൽ സഭയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായ പ്രവർത്തന മേഖലകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാം ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അത് പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനെങ്ങനെ നമുക്ക് ദൃഷ്ടാന്തമാണ്, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് കരുതിയാൽ ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ ഈ ആലയത്തെക്കുറിച്ച് പറയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. എത്രയോ തലമുറക്കാർ, എത്രയോ സാധാരണക്കാരായ, ദരിദ്രരായ, പാവപ്പെട്ടവരായ, കഠിനമായി അധ്വാനം ചെയ്ത, അന്ന് തങ്ങളുടെ ശബ്ദം പുറത്ത് പറയുവാൻ കഴിയാതിരുന്ന ആളുകൾ പ്രാർത്ഥിച്ച്, കണ്ണുനീരോട് പ്രയത്നിച്ച്
അധ്വാനിച്ച് അവർക്ക് ഇന്ന് നാം ഒരുപക്ഷെ പറയുന്ന പലതരത്തിലുള്ള ദോഷങ്ങളിൽ അവർ ജീവിച്ചുവെങ്കിലും മക്കളെ ദൈവീക മധ്യോപദേശത്തിൽ വളർത്തുവാൻ അവർ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് അവർ വളർത്തിയെടുത്ത ഈ സ്ഥലം, ഇത് ഒരു സാക്ഷ്യമുള്ള ദൈവരാജ്യത്തിൻ്റെ ഒരു അടയാളമായി നിൽക്കുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നു. ഈ തലമുറക്കാരുടെ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ തലമുറയിലെ ആളുകളുടെ പ്രാർത്ഥനകൾ മറ്റാരും ശ്രമിച്ചിരുന്നില്ല. അവർക്ക് ഒരു നല്ല വസ്ത്രം ധരിക്കുന്നതിന് ഒരുപക്ഷെ സാഹചര്യം ഇന്നത്തേതുപോലെ ഉണ്ടായിരുന്നു കാണില്ല. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീർ, അവരുടെ ആഗ്രഹം ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ദർശനം, അത് ഇന്ന് നാം അനുഭവിച്ച് അറിയുകയാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ആരും നിന്റെ നേരെ നിൽക്കുകയില്ല. രണ്ട്, അവിടെ പറയുന്നത് ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അപ്പൊ ദൈവരാജ്യത്തിന്റെ സ്ഥാനാപതികളായി ഈ ദേശത്ത് പാർത്തിരുന്ന ഒരു തലമുറ അനുഭവിച്ച സന്തോഷത്തിന്റെ, ധൈര്യത്തിന്റെ, ബലത്തിന്റെ അടയാളമാണിത്. ഞാൻ നിന്നോട് കൂടെയിരിക്കും. അനേക സ്ഥലങ്ങളിൽ ആലയം ആദ്യമായി പടുത്തുയർത്തിയ സമയങ്ങളിൽ ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ തീ വെച്ച് നശിപ്പിച്ചു. എത്രയോ സ്ഥലങ്ങളിൽ ഈ ആരാധനയ്ക്കായി വന്ന ആളുകളെ ആട്ടി ഓടിച്ചു. നെയ്യാറ്റിൻകരയിൽ ഒരു ആലയത്തിൽ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ശുശ്രൂഷകനെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്ത് അദ്ദേഹത്തിന്റെ മീശ പറ്റുകൊറടുകൊണ്ട് പിഴുതെടുത്ത സംഭവം ചരിത്രത്തിന്റെ താളുകളിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ അന്ന് അവരോട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ സംശയിക്കാതെ നിലനിന്നതുകൊണ്ട് ഇത് ഞാനൊരു ഉദാഹരണമായി നിങ്ങൾക്ക് പറഞ്ഞത്. എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ കൈവിടാത്ത, നമ്മെ കരുതുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടതിനാണ്. അതിൻ്റെ പിൻതലമുറക്കാരാണ് ഞാനും നിങ്ങളും. നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം. മൂന്നാമതവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന വസ്തുത നാം ശരിയായി മനസ്സിലാക്കേണ്ടുന്നതിന് നമ്മുടെ ബാല്യപ്രായം ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ നടക്കാറാകുമ്പോൾ അല്ലെങ്കിൽ അവർ നടക്കുന്നതിന് ശീലിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അവരുടെ കരങ്ങളിൽ പിടിച്ച് അവരെ നടത്തിക്കും. ലോകത്തിലെ ഏറ്റവും ബലഹീനമായ ജീവിയാണ് മനുഷ്യൻ. മറ്റ് പക്ഷിമൃഗാദികൾ അവ ജനിച്ച ഉടനെ തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ വ്യാപാരം ചെയ്യുവാൻ അവർക്ക് പ്രാപ്തി ഉണ്ട്. എന്നാൽ മനുഷ്യൻ മാസങ്ങൾ കഴിഞ്ഞാണ് അവൻ നടക്കാൻ പോകുന്നത്. അവൻ്റെ ആദ്യ ചലനം പോലും മാതാപിതാക്കൾ ആശങ്കയോടുകൂടെ കാണുകയാണ്. അതുകൊണ്ട് കരുതലോടുകൂടെ പിടിച്ച് അവൻ നടത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ നടത്തിക്കുന്ന സമയം അവൻ്റെ കാൽ കുഴഞ്ഞ് എടുത്തു പോകുമ്പോൾ പിതാവ് കൈവിടാതെ അവനെ കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. അവൻ കൈവിടാതെ പിടിക്കുന്ന ദൈവം. പിന്നെയും ഒന്നോ രണ്ടോ അടി പോകുമ്പോൾ നാം മനസ്സിലാക്കും, ആ കുഞ്ഞിന് പിന്നെ നടക്കാൻ കഴിയുന്നില്ല. ആ പിതാവ് അവനെ കരങ്ങളിലെടുത്ത് മാറൊടണച്ച് കൊണ്ട് നടക്കുകയാണ്. കൈവിടാതെ, ഉപേക്ഷിക്കാതെ കൂടെ നടക്കുന്ന ദൈവം. യോശുവ 1-ാം ഞാൻ ജീവകാലത്തൊരിക്കലും, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഇതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്. ദൈവജനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ അംബാസഡേഴ്സായി പോകുവാനുള്ള ആളുകളെ ദൈവം നിയോഗിച്ചിരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പുകളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഇവർക്ക് ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ.
യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുന്ന സമയം നാം ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ്. മോശ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ ജനത്തെ നടത്തി. അവർ കാണേണ്ടുന്ന, പ്രവേശിക്കേണ്ടുന്ന കനാൻ ദേശം ഒരു വിളിപ്പാടകലെ അല്ലെങ്കിൽ ഒരു കണ്ണേർ ദൂരത്ത് അപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. മനോഹരമായ യോർദാൻ നദി ഒഴുകുന്നു. ഒരു വശത്ത് നെബോ പർവ്വതം, അത് വളരെ ഉയരത്തിൽ നിൽക്കുന്നു. ജനം ഈ താഴ്വരയിൽ നിന്ന് ഒരല്പസമയം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് അതിനകത്ത് പ്രവേശിക്കും. പക്ഷേ മോശയ്ക്ക് ദൈവം നൽകിയിരുന്ന, അല്ലെങ്കിൽ മോശ 40 വർഷക്കാലം ദൈവത്തിന്റെ സ്ഥാനാപതിയായി ഇസ്രായേലിനെ നയിച്ചുകൊണ്ടിരുന്ന മോശ, ഒരു ഭാഗത്ത് അവൻ വീഴ്ച വരുത്തിയതുകൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, നീ ഈ സ്ഥലത്ത് കടക്കുകയില്ല. നീ ഈ പിസ്ഗായിൽ അല്ലെങ്കിൽ ഈ നെബോ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ കയറി ഈ സ്ഥലം നീ നോക്കിക്കാണണം. ജനത്തിന് നൽകുമെന്ന് പറഞ്ഞിരുന്ന ഈ സ്ഥലം നീ ഇപ്പോൾ നോക്കിക്കാണണം. മോശ പിസ്ഗായിൽ കയറി ആ ദേശം നോക്കിക്കാണുകയാണ്. ഈ ദേശം നോക്കിക്കാണുക, ഒരു ആറ്റിന്റെ ഇക്കരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു വിശാലത നാം മനസ്സിൽ ഒരുപക്ഷെ കാണേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, മോശ മരിച്ചു. എന്നാൽ അടുത്ത് ഈ ജനത്തെ അക്കരയിൽ എത്തിക്കുക എന്നതും ആ സ്ഥലത്തുള്ള ഉത്തരവാദിത്വവും ദൈവം യോശുവയ്ക്ക് നൽകുകയാണ്. അവന് ഒരേ ഒരു ഉത്തരവാദിത്വമാണ് ദൈവം അവന് നൽകുന്നത്. അത് 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. 40 വർഷം നടത്തിയ മോശ ദൈവം ഒന്ന് പറഞ്ഞ വിധത്തിൽ അവൻ അനുസരിച്ചില്ല. ദൈവം പറഞ്ഞത് അവൻ അനുസരിച്ചു, പക്ഷെ ദൈവം പറഞ്ഞ വിധത്തിൽ അവൻ അനുസരിക്കാത്തതുകൊണ്ട് 40 വർഷക്കാലത്തെ അവന്റെ ഈ സ്ഥാനാപതിത്വം ഒരുപക്ഷെ അവൻ ദേശം കാണുവാൻ കഴിയാതെ മടങ്ങേണ്ടതായി വന്നു. അതുകൊണ്ട് യോശുവയോട് പറയുകയാണ്, ഞാൻ എന്റെ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന ദേശം നീ അവർക്ക് വിഭാഗിക്കും. ഒരേ ഒരു ഉത്തരവാദിത്വം, ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് ഇതാ ഈ ദേശം വിഭാഗിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ മനോഹരമായ ദൃശ്യം മനസ്സിലാക്കുന്നതിന് ഒരുപക്ഷെ നാം ദേശാന്തരങ്ങൾ കാണേണ്ടതായിട്ട് വരും. ചില മാസങ്ങൾക്ക് മുൻപ് ആസാമിന് പോകുവാനിടയായി. അവിടെ ഒരു നദി കടന്ന് അപ്പുറത്ത് പോകണം. വിശാലമായ നദിയുടെ ഇക്കരെ നിൽക്കുമ്പോൾ അപ്പുറത്ത് മനോഹരമായ കുറ്റിച്ചെടികൾ പോലെ തോന്നിക്കുന്ന, പിന്നീട് വൻമരങ്ങളായോ വിശാലമായ ഗ്രാമങ്ങളായോ അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് സൂചിപ്പിച്ചത് മോശ 40 വർഷം നടത്തി ഈ മനോഹര ദേശത്തിന്റെ അതിർവരെ വന്ന ശേഷം ഇതാ യോശുവയോട് പറയുകയാണ്, യോശുവയെ, നിനക്കൊരു ജോലിയുണ്ട്. നീ ഈ സ്ഥലം ഞാൻ അരുളി ചെയ്തിരിക്കുന്ന എൻ്റെ ജനത്തിന് വിഭാഗിച്ച് നൽകും. എന്നെയും നിങ്ങളെയും ദൈവം ഇന്ന് ഈ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത് പിതാക്കന്മാർ അന്വേഷിച്ച് യാത്ര ചെയ്ത ഈ സ്ഥലത്ത് ഒരു വലിയ സമൂഹമായി നിന്നുകൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമ മഹത്വത്തിനായി ഒരു ആലയം ഉയർത്തുവാൻ, ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി സമൂഹമായി ഈ ദേശത്ത് നാം നിലനിൽക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു ഭാഗധേയത്വം അഥവാ ഒരു ഉത്തരവാദിത്വം, ഒരേ ഒരു കടമ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ യാത്രയിൽ നമുക്ക് നൽകേണ്ടുന്ന, അല്ലെങ്കിൽ നാം പാലിക്കേണ്ടുന്ന ചില കൺസിഡറേഷൻസ് ഉണ്ട്, അഥവാ ചില പരിഗണനാ വിഷയങ്ങളുണ്ട്. അത് പിന്നീട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ പലപ്പോഴും നാം ഈ കാര്യാദികൾ ചെയ്യുമെങ്കിലും ഈ പരിഗണനാ വിഷയങ്ങൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ശത്രുവായവൻ ആര് വിഴുങ്ങുവാൻ സാധിക്കുമെന്ന് അലഞ്ഞു നടക്കുകയാണ്. കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ തിരുശരീരത്തിന്റെ അവയവങ്ങൾ, അംഗങ്ങളായിരിക്കും നമുക്ക്. കർത്താവായ യേശു ക്രിസ്തുവോളം വളരുവാൻ ഈ കൺസിഡറേഷൻസ്, ഈ പരിഗണനാ വിഷയങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു സ്ഥാനാപതിയെ സംബന്ധിച്ചിടത്തോളം ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കുവാൻ ബാധ്യസ്ഥനാണ്.
ആ ബാധ്യതകൾ എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാമത്തെ വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കണം. രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ന്യായപ്രമാണം അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കണം. അപ്പം നാം പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം കാര്യാദികൾ ഭംഗിയായി ചെയ്യുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം. കാര്യാദികൾ ദൈവിക ഉദ്ദേശം എന്നിലൂടെ നിറവേറ്റപ്പെടുന്നു എന്ന് എനിക്ക് അഭിമാനിക്കാം. പക്ഷേ ഈ അഭിമാനപൂർവ്വമുള്ള എൻ്റെ യാത്രയിലും പ്രവർത്തനങ്ങളിലും ഞാൻ എവിടെയെങ്കിലും ഈ 4 കാര്യങ്ങളിൽ വീണുപോയാൽ അത് ദൈവോദ്ദേശത്തിൽ നിന്നുള്ള പിന്മാറ്റമായി കണക്കാക്കപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിഗണനാ വിഷയങ്ങൾ: 1, ന്യായപ്രമാണം അനുസരിപ്പാൻ ഉറപ്പും ധൈര്യമുണ്ടാകണം. 2, അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ പാടില്ല. 3, അത് വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. 4, രാവും പകലും അത് ധ്യാനമായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ കൺസിഡറേഷൻസ് അല്ലെങ്കിൽ ഈ പരിഗണനാ വിഷയങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതിന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളിൽ നിന്ന് നാം അത് ഓർക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളിൽ നാം ഇന്ന് പരാമർശിക്കാതെ യോശുവയോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യാദികളിൽ നിന്ന് എന്നെയും നിങ്ങളെയും സ്ഥാനാപതിയായി നിയോഗിച്ചിരിക്കുന്ന ദൈവം നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ: കർത്താവ് നമുക്കായി ഒരുക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുക. ഞാനും നിങ്ങളും ഈ ലോകയാത്രയിൽ ഈ ഒരു യാത്ര തുടരുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, കടമകൾ നാം നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. നാം ധൈര്യസമേതം ദൈവരാജ്യ വിസ്തൃതിക്കായി ഓടുമ്പോൾ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും ആർക്കും നമുക്ക് നേരെ നിൽക്കുവാൻ കഴിയുകയില്ല. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. അവൻ നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മെ നടത്തുന്ന ദൈവം. നമ്മുടെ ഈ ഉത്തരവാദിത്വം നാം സന്തോഷത്തോടുകൂടെ നിറവേറ്റുമ്പോൾ നമുക്ക് ന്യായപ്രമാണം അനുസരിക്കുന്നതിനുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവരാജ്യ വിസ്തൃതിക്കായി ഓടുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വായിൽ നിന്ന് അത് നീങ്ങിപ്പോകാതെ രാവും പകലും ധ്യാനിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നാം യാത്ര ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാനാപതികളായി ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നത്. ദൈവം നമ്മെ അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന നിയോഗമൊന്ന്, ശുശ്രൂഷകർക്ക് നൽകിയിരിക്കുന്ന നിയോഗമൊന്ന്, ഗായക സംഘത്തിന് നൽകിയിരിക്കുന്ന നിയോഗമൊന്ന്, മൈക്രോപ്രേറ്റർക്ക് നൽകിയിരിക്കുന്ന നിയോഗമൊന്ന്, കപ്പ്യാർക്ക് നൽകിയിരിക്കുന്ന നിയോഗം ഒന്ന്. ഇതെല്ലാം വ്യത്യസ്തതകൾ ഉള്ളത് എങ്കിലും നമ്മുടെ ഈ യാത്രയിൽ, ജൈത്ര യാത്രയിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ രാജ്യത്തേക്കുള്ള യാത്രയിൽ നാം ഒരുമിച്ച് അധ്വാനിക്കുമ്പോഴാണ് ദൈവരാജ്യം മഹത്വപ്പെടുന്നത്, അനേകർ കാണുന്നത്. കാരണം നാം ആദ്യം ആധാരമായി വായിച്ച വാക്യം മറന്നു പോകരുത്. എൻ ക്രിസ്തുസ്, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഞാനല്ല പ്രകടമാകേണ്ടത്, കർത്താവാണ് പ്രകടമാകേണ്ടത്. ഞാൻ കർത്താവിൽ മറിഞ്ഞിരിക്കേണ്ടുന്നവനാണ്. ഈ യാത്ര തുടരുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാവിധമായുള്ള പരിചരണങ്ങളും നാം അനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യ വിസ്തൃതിക്കായി സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ സാധിക്കും. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. നാം ശ്രമിച്ച ദൈവവചനം ദൈവമേയും നിങ്ങളെയും അവിടുത്തെ രാജ്യത്തിൻ്റെ സ്ഥാനാപതികളാണ് നിയോഗിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിലായതിനാൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാനപതികളാണെന്ന് ഓർക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, നാം പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ
ഇവ പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ നാഥ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും കരുണയും നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ മക്കളായ സ്വീകരിച്ചിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ രാജ്യത്തിൻ്റെ സ്ഥാനാപതികളായി ലോകത്തിൽ ശോഭിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് പകരണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വവും ഞങ്ങൾ പരിഗണിക്കേണ്ടുന്ന കാര്യാദികളും സന്തോഷത്തോടുകൂടെ അനുസരിച്ച് ക്രമമായി അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുവാൻ നാഥ ഞങ്ങൾക്ക് അവിടുത്തെ കൃപയും കാവലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും നാഥ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസന്റെ പേരിൽ അവിടുത്തെ കൃപ പകരണമേ. നാഥ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ആവശ്യമായ കൃപയും ബലവും കാവലും ഞങ്ങൾക്കവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. സകലമാനവും മഹത്വം കൊണ്ടൊന്ന് സ്വീകരിക്കണമേ. രക്ഷിതാവിൻ്റെ ജന്മനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.